ഈ കക്ഷിയെ നമുക്ക് നേരത്തെ അറിയില്ല. പക്ഷേ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മിനിയാന്ന് ഇങ്ങനെ കൊച്ച് ചോറ് കഴിച്ച് മണ്ടയിൽ കയറി മരിച്ചെന്നാണ് അറിയുന്നത്. അതിനുശേഷം പിന്നെ രാത്രികൾ വന്ന ഇതാണ് മുറിവും ഇതൊക്കെ വന്നത്. അതിനുശേഷം അറിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം നേരത്തെ ഈ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ്. ആദ്യം ഒരു വിവാഹം കഴിച്ച ആ കുട്ടിയെ പീഡിപ്പിച്ച് അതൊരു കോമോ സ്റ്റൈലിൽ അതിപ്പം കിടക്കുകയാണ് വർഷങ്ങളായി. അപ്പോൾ അവർ ആ കുടുംബം മൊത്തവും വിറ്റ് അവർ ചികിത്സയിലാണ്. അതിൽ കുറേയും അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന് അതിനെ കളഞ്ഞു. അതിനുശേഷം ആറ്റിങ്ങിൽ എന്തോ ഒരു ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതും കേസായി വീണ്ടും ജാമ്യത്തിലിറങ്ങിയാണ് ഇപ്പം ഈ പുതിയ അഖിലയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ 2-3 മാസമായി വന്ന് വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പം നിരന്തരം കുട്ടിയെ പീഡനമായിരുന്നു. നാടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പാതിരാത്രി വരും, വെളുപ്പാൻ രാവിലെ പോകും, അതാണ്. അപ്പോൾ ആ കുട്ടി ഒരു 80 വർഷം അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് അനുഭവിക്കേണ്ടത് 1.5 വർഷം കൊണ്ട് ആ കുട്ടി അനുഭവിച്ചു. അത്രയ്ക്ക് മുറിവ് അതിന് പീഡനമായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഈ ജനങ്ങൾക്കുള്ളൊരു രോഷവും അതാണ്. ഇവന് ഇതുപോലെ ഒരുപാട് പല കേസുകളായി അവൻ ജാമ്യത്തിലിറങ്ങും, വീണ്ടും അടുത്ത ഇരയെ തേടും. അപ്പോൾ ഇതും അതുപോലെ ഊരി വന്ന് ഇനി അടുത്ത ഇര ആരായിരിക്കും എന്നുള്ളൊരു ഭയമാണ് നാട്ടുകാർ ഇത്രയും വയലൻ്റ് ആവാൻ കാരണം. ഇങ്ങനെയുള്ളവരെ ഈ നിയമത്തിൻ്റെ പരമാവധി ശിക്ഷ നടപ്പിലാക്കി ഇനി പുറം ലോകം കാണാത്ത രീതിയിൽ എത്തിക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ആളുകൾ ഇത്രയും വയലൻ്റ് ആകുന്നത്. അഷ്കറിനെ അറിയാനെന്ന് പറഞ്ഞാൽ 2.5 വർഷത്തിന് മുമ്പ് എൻ്റെ വാപ്പായ മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷന് വേണ്ടി അപ്പം ഇവൻ്റെ വൈഫ് അവിടെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയായിരുന്നു. അപ്പം ഇവൻ്റെ നിരന്തരമായ ഉപദ്രവം മൂലം തലയ്ക്കകത്ത് ബ്ലഡ് കോട്ട് ചെയ്ത് ഇതായി അങ്ങനെ ഓപ്പറേഷൻ ചെയ്തതാണ്. 60 ദിവസത്തോളം അവിടെ കോമയിൽ കിടക്കുകയായിരുന്നു. അതിനുശേഷം പിന്നെ എന്ത് സംഭവിച്ചു ഇപ്പം അറിയാവുന്ന ലഹരി മുക്ത കേന്ദ്രത്തിലേറ്റവും അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഈ കൊച്ചിനെ. അത് അവർ വലിയ ബുദ്ധിമുട്ടിലാണ്. അവരുടെ ഒരു പ്രാർത്ഥനയുടെ ഫലമായിരിക്കും ചിലപ്പോൾ ഈ രീതിയിൽ ഇപ്പം അനുഭവിക്കുന്നത്. അത്രയ്ക്കും ബുദ്ധിമുട്ട് ക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളത് ഈ മരണശേഷമാണ് ഈ നാട്ടുകാരുൾപ്പെടെ അടുത്തുള്ളവർ വരെ അറിയുന്നത്. ഇവൻ നാട്ടുകാരുമായിട്ട് ഒരു സഹകരണമല്ല. രാവിലെ വണ്ടിയുമായിട്ട് പോകുന്നു, വൈകുന്നേരം വരുന്നു, അങ്ങനെയുള്ളവരിതില്ല. നാട്ടുകാരുമായിട്ട് ഒരു സഹകരണമില്ലായിരുന്നു. ഇവൻ ഡ്രൈവറാണ്. അങ്ങനെ ഒരു ടെമ്പോ ട്രാവലറും ഉണ്ട്, ഒരു കാറും ഉണ്ട്. ആ കാറാണ് അവിടെ ആരോ ആക്രമിക്കപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടക്കുന്നത്. വേറെ ആറ്റിങ്ങിൽ ഒരു കുട്ടി ഇവൻ കാരണമായിട്ട് വേറെ മരണം. അതായത് ഇവൻ്റെ ക്രിമിനൽ സ്വഭാവം ഇവൻ്റെ ബ്ലഡിലുണ്ട്. അതാണ് സംഭവം. ഇവൻ ഈ ആളാണെന്ന് യഥാർത്ഥത്തിൽ അറിയുന്ന ഈ മരണശേഷം ഇന്നലെ വൈകുന്നേരമാണ് ഇന്ന ആളാണ് തിരിച്ചറിയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇടപെട്ട് ഇവിടെ താമസിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ ഇവൻ ഇന്ന ആളാണ്. ഇവനെ കാണുന്നില്ല. യഥാർത്ഥത്തിൽ ഇവനെ ആരും കണ്ടിട്ടില്ല. ഇന്നലെ ശേഷമാണ് പിന്നെ വീണ്ടും കാണുന്നത്. രാത്രി വരുന്നു, രാവിലെ വെളുപ്പിനെ പോകുന്നു.